എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും റിവിഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ എന്തായി, നിങ്ങളുടെ സിലബസ് ഒക്കെ പൂർത്തീകരിച്ചോ? എല്ലാവരും പഠിച്ച് തീരാറായോ? എന്തൊക്കെയാണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? LP-UP പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും തപ്പി എങ്ങും പോകേണ്ട, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. LP-UP സിലബസ് മുഴുവൻ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും എടുത്ത് അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ PYQ ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഇത് PDF സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപ്പറ്റി നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസും ഇനി കൂടുതലായിട്ട് അറിയണം, നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് LP-UPയുടെ മോഡൽ എക്സാം എഴുതി പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തി 30 സെറ്റ് മോഡൽ എക്സാം അതിൻ്റെ അകത്തുണ്ടാവും. ഒരു മോഡൽ എക്സാമിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഒരു 1500 ക്വസ്റ്റ്യൻസോളം നമുക്ക് കിട്ടും. ഈ പറയുന്ന മോഡൽ എക്സാം അവർ നടത്തിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ പൊസിഷൻ എവിടെയാണ്, നമുക്കിനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ കോൺഫിഡൻസ് ലെവലെല്ലാം കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യമായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയയാണ് ഈ സ്ഥൂലപേശി ചലനവും സൂക്ഷ്മപേശി ചലനവും. എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓടുന്നതും ചാടുന്നതും മറിയുന്നതും, ഇപ്പോൾ പന്തെടുത്ത് എറിയുന്നതും നീന്തുന്നതും ഒക്കെ എന്താണ്? സ്ഥൂലപേശി ചലനമാണ്. മാറിപ്പോവരുത്. സൂക്ഷ്മപേശി ചലനം നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് സമാധാനമായിട്ട് നമ്മുടെ കൈയും കണ്ണും തമ്മിലുള്ള ഒരു കോർഡിനേഷനിൽ ചെയ്യുന്നതാണ് സ്ഥൂലപേശി ചലനം. നമ്മളെവിടെയെങ്കിലും എന്താണ് ഒരു സൂചി എടുത്തിട്ട് അതിൻ്റെ അതോടെ നൂല് കോർക്കുന്നത്, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ സോർട്ട് ചെയ്യുന്നത്, മുത്തു കോർക്കുന്നത്, അല്ലെങ്കിൽ പൂ കെട്ടുന്നത്, പേപ്പർ കീറുന്നത്, പേപ്പർ മടക്കുന്നത്, അങ്ങനെ നമ്മുടെ കണ്ണും കൈയുമായിട്ടുള്ള കോർഡിനേഷനിൽ വരുന്നതാണ് സൂക്ഷ്മപേശി ചലനം. ഇനി മാറിപ്പോകത്തില്ലല്ലോ, അടുത്തയിലേക്ക് പോകാം. ഇനി നമ്മളോട് ചോദിക്കാം, ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയിലെ അടിസ്ഥാന ശേഷികൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ ഒരെണ്ണം മാറ്റിത്തരും, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇത് 5 എണ്ണം വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. സ്വബോധം, സെൽഫ് അവെയർനെസ്, ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, അഭിപ്രേരണ, മോട്ടിവേഷൻ, സഹഭാവം, എമ്പതി, സാമൂഹ്യ നൈപുണ്യങ്ങൾ, സോഷ്യൽ സ്കിൽസ്. ഇംഗ്ലീഷിലുള്ള കളഞ്ഞേര. സ്വാവബോധം, ആത്മനിയന്ത്രണം, അഭിപ്രേരണ, സഹഭാവം, സാമൂഹ്യ നൈപുണ്യങ്ങൾ. ഇതാണ് ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയിലെ അടിസ്ഥാന ശേഷികൾ. ഓക്കെ. ഇനി നമ്മുടെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന റോഷ മഷിയപ്പ് പരീക്ഷ നമുക്കറിയാം ആരാണ്? ഹെർമൻ റോഷ ആണ് അത് വികസിപ്പിക്കുന്നത്. ആദ്യകാലത്ത് വന്ന ഏറ്റവും ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ റോഷ മഷിയപ്പ് പരീക്ഷയാണ്. പിന്നെ അതിന് ശേഷമാണ് ടാറ്റ് അല്ലേ, പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ. അത് കൊണ്ടുവന്നത് മുറയാണ്. പദാനുബന്ധ പരീക്ഷ അല്ലെങ്കിൽ വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, കൊണ്ടുവന്ന ആരാണ്? യുങ് ആണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ടാറ്റ് ഉണ്ടല്ലോ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യം പുലർത്തുന്ന ഒരു ടെസ്റ്റാണ് സചിത്ര ആശാഭംഗ പരീക്ഷ, അല്ലെങ്കിൽ PFT എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ പിക്ചർ ഫ്രസ്ട്രേഷൻ ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. അത് റോസൻസ് ആണ് വികസിപ്പിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാം. നമ്മൾ റോഷ മഷിയപ്പ് പരീക്ഷയിൽ 10 മഷിയപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാറ്റിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ടാറ്റിൽ നമ്മൾ 30 ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് രീതി ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാമല്ലോ, അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സചിത്ര ആശാഭംഗ പരീക്ഷയിൽ 24 കാർട്ടൂൺ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പരീക്ഷാ രീതിയാണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ?
പിയാഷയുടെ അഭിപ്രായത്തിൽ 2 തരത്തിലാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 തരത്തിലാണ് ഭാഷ വികസിക്കുന്നത്. ഏതൊക്കെയാണ് 2 തരം? അഹം കേന്ദ്രിതവും സാമൂഹ്യ ഭാഷണവും. അഹം കേന്ദ്രിതം എന്ന് പറയുന്നത് കുട്ടി 2-3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വയം ഇരുന്ന് സംസാരിക്കും അല്ലേ. കളിപ്പാട്ടം കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് സ്വയം ഇരുന്ന് സംസാരിക്കും. അവിടെ കൊച്ചിനെ കേൾക്കാൻ ആരുമില്ല, അവൻ സ്വയം സംസാരിച്ച് അവൻ്റെ ഭാഷ വികസിക്കുകയാണ്. ഇനി സാമൂഹ്യ ഭാഷണം എന്ന് പറയുന്നത് കുട്ടി അച്ഛനോടും അമ്മയോടും മറ്റ് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പുറത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടവഴി സംസാരിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് സാമൂഹ്യ ഭാഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിയാഷെ പറഞ്ഞിട്ടുണ്ട് 4 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം സാധ്യമാവുന്നത് 4 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് എന്താണ്? മെച്ചുറേഷൻ അല്ലെങ്കിൽ പരിപക്വനം. രണ്ടാമത്തത് അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. മൂന്നാമത്തത് സോഷ്യൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സാമൂഹിക കൈമാറ്റം. നാലാമത്തത് മനോസന്തുലനം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രേഷൻ. ഏതൊക്കെയാണ്? പരിപക്വനം, അനുഭവം, സാമൂഹിക കൈമാറ്റം, മനോസന്തുലനം. അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. നമ്മളെ ക്ലാസ്സിൽ കുട്ടികളുടെ സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരീക്ഷണ രീതിയും പരീക്ഷണ രീതി, ക്ലിനിക്കൽ രീതി, സർവേ രീതി, അങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ രീതിയാണ് സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്ലിനിക്കൽ മനഃശാസ്ത്രം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അല്ലെങ്കിൽ പരീക്ഷണ രീതി പ്രയോഗമില്ലാത്തടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതി എന്ന് പറയുന്നത് സർവേ രീതിയാണ്. ഓക്കെ, ഈ 3 പോയിൻറ്റ്സ് ഒന്ന് നോക്കി വെക്കുക. പിയാഷയുടെ 4 സ്റ്റേജസ് എന്തായാലും പഠിച്ചുകൊണ്ട് പോകണ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പിയാഷയുടെ സ്റ്റേജസ് ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് 1-1.5 മണിക്കൂറൊക്കെ എടുത്ത് പഠിച്ച കാര്യമാണ് തിയറി ക്ലാസ്സിൽ. ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. നമ്മൾ എക്സാമിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞേ, നമ്മൾ വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേറ്ററ്റിനായാലും ചോദിക്കുന്നതാണ്. ഏതാണ്? ഏത് ഘട്ടമാണ്? പറഞ്ഞേ. ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജ് ആണ് അല്ലേ. അതുപോലെ തന്നെ വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രദാനം ചെയ്യുന്നു. ബിംബങ്ങൾ എന്ന് കേട്ടാൽ അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. ഇനി 3ാമത്തെ സ്റ്റേജിൽ കുട്ടി എങ്ങനെയാണ്? അതുപോലെ ഒരു കാര്യം വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്, 2ാമത്തെ സ്റ്റേജിൽ തന്നെയാണ് സചേതന ചിന്ത ഉണ്ടാകുന്നു. സചേതന ചിന്ത എന്താണ് സചേതന ചിന്ത എന്ന് പറയുന്നത്? നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കുട്ടിക്ക് ജീവൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഈ പില്ലോ ഒക്കെ എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ഉണ്ടെന്നുള്ള തോന്നലാണ് സചേതന ചിന്ത എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത്? ഇതും പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് നടക്കുന്നത്. ഇനി 3ാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ. യുക്തിപൂർവ്വം കുട്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ പ്രത്യാവർത്തന ശേഷി, ശ്രേണീകരണം, തരംതിരിക്കൽ അല്ലേ. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ മുത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ രീതിയിൽ അവർക്ക് ഇപ്പോൾ കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫ്രൂട്ട്സ്, ബേർഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് പ്രത്യേകം അവർക്ക് കോളത്തിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റി 2 രീതിയിലും കുട്ടിക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ സമീകരിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. 2 രീതിയിലും ചിന്തിക്കണമല്ലോ, അതല്ലേ റിവേഴ്സിബിലിറ്റി. അപ്പോൾ അതാണ് പ്രത്യാവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൈവരിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടിക്ക് എങ്ങനെയാണ്? അമൂർത്ത ചിന്തനത്തിനാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബുദ്ധി വികാസത്തിൻ്റെ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. ഓക്കെ ആയില്ലേ? ഇനി അടുത്തതിലേക്ക് പോയാലോ. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സ്കിന്നറുടെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആര് ചോദിച്ചിട്ടുണ്ട്? വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നറാണ് അല്ലേ. അപ്പോൾ ഈ വാചിക ചേഷ്ട എന്ന് സ്കിന്നർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭാഷയാണ്, ലാംഗ്വേജിനെയാണ് അദ്ദേഹം വാചിക ചേഷ്ട അല്ലെങ്കിൽ വേർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെയും ചോദിക്കാം. സ്കിന്നർ ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഘട്ടം എങ്ങനെയാണ്? ആദ്യം എന്താണ്? റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണമാണ്. അതിനുശേഷമാണ് ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ്. അതിനുശേഷം പ്രബലനമാണ് അല്ലേ. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് അങ്ങനെയാണ് വരുന്നത്. പ്രതികരണം,
ചോദകം, പ്രബരണം. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത്. നമ്മളും ചെറുതായിരുന്നപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ടല്ലേ നമ്മളും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ചേഷ്ടയുടെയും പഠനം നടക്കുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണെന്ന് പറഞ്ഞതും, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഡൗട്ടൊന്നുമില്ല, സ്കിന്നർ തന്നെയാണ്. പിന്നെന്താണ്, മൃഗങ്ങളുടെ ചേഷ്ടകളോട് ഭാഷാ പഠനത്തെ ഉപമിക്കുന്നുണ്ട്. അപ്പം മൃഗങ്ങളുടെ ചേഷ്ടകളോട് ഭാഷാ പഠനത്തെ ആരാണ് ഉപമിച്ചത്? സ്കിന്നറാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇവിടുന്ന് നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് നോം ചോംസ്കിയുടെ ഭാഷാ പഠനത്തിനെ കുറിച്ചിട്ടുള്ള വീക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഇതാണ്, ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. അപ്പം നമ്മുടെ നോം ചോംസ്കിയുടെ പുസ്തകം എന്താണ്? ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ എല്ലാ ഭാഷയും ആർജിക്കാനുള്ള കഴിവ് കുട്ടി തന്നെ ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടതാണ് ആര്? നോം ചോംസ്കി. അതാണ് LAD എന്ന് പറയുന്നത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. എവിടെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇരിക്കുന്നത്? ബ്രെയിനിലാണെന്നാണ് അല്ലേ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും നോം ചോംസ്കി ആണ്. പിന്നെന്താ പറഞ്ഞത്? സർഫസ് സ്ട്രക്ചറും ഡീപ്പ് സ്ട്രക്ചറും. അതെന്താണെന്നറിയാവോ? എല്ലാ ഭാഷയ്ക്കും 2 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് സർഫസ് സ്ട്രക്ചറും ഡീപ്പ് സ്ട്രക്ചറും. ഇത് ഒത്തിരി ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട. 2 തരത്തിലുള്ള സ്ട്രക്ചർ ഭാഷയ്ക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏത് ഭാഷയുടെയും അടിസ്ഥാന വ്യാകരണം ഒരുപോലെയാണ് എന്ന് പറഞ്ഞത് നോം ചോംസ്കി ആണ്. എല്ലാവരിലും ഭാഷ വികസനത്തിനുള്ള ശേഷി ജന്മനാ ഉണ്ട് എന്ന് പറഞ്ഞതും നോം ചോംസ്കി ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ LADക്ക് എന്താ സംഭവിക്കുന്നത്? LAD കൂടുവോ കുറയുവോ? അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും LAD കൂടി വരത്തില്ല, LAD കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെക്കാൾ മുമ്പേ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഭാഷ പഠിക്കുന്നത് അല്ലേ? നമ്മളെക്കാൾ കൂടുതൽ വേഗതയിൽ ആരാണ് ഭാഷ പഠിക്കുന്നത്? കുട്ടികളല്ലേ. അപ്പോൾ LAD നമ്മൾ വയസ്സാവും തോറും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ വൈഗോട്സ്കിയുടെ ഭാഷാ പഠനത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണങ്ങളാണ് പറയുന്നത്. കുട്ടികൾ ഭാഷയും ചിന്തയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. കുട്ടികൾ ഭാഷയും അവരുടെ ചിന്തയും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ചല്ല വികസിക്കുന്നത്, വ്യത്യസ്ത രീതിയിലാണ് രണ്ടും വികസിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. പഠനം എന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പഠനം എന്നത് സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ തിയറി ഓർത്താൽ മതി കേട്ടോ. സാമൂഹിക സാംസ്കാരിക പ്രക്രിയ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വൈഗോട്സ്കിയാണ്. ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനം എന്നതൊരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ്. ഇംഗ്ലീഷിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും സോഷ്യോ കൾച്ചറൽ തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വൈഗോട്സ്കിയാണ്. അത് തന്നെയാണ് ഇവിടെ മലയാളത്തിൽ പറഞ്ഞത് കേട്ടോ. ബോബോ പാവ പരീക്ഷണം അല്ലെങ്കിൽ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് ഓർമ്മയില്ലേ? ആരാണ് നടത്തിയത്? ആൽബർട്ട് ബന്ദൂരയാണ് അല്ലേ. നമ്മളെ TV-യിലൂടെയും മുതിർന്നവരിലൂടെയുള്ള പെരുമാറ്റ രീതികൾ കുട്ടികൾ അതുപോലെ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന എക്സ്പെരിമെൻ്റ് അല്ലേ. ആരാണ് ചെയ്തത്? ആൽബർട്ട് ബന്ദൂരയാണ്. ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി ആവിഷ്കരിച്ച നമുക്കറിയാം തോണ്ടേക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പഠന നിയമങ്ങൾ പഠനത്രയോ എന്നറിയപ്പെടും. ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമവും ഫല നിയമവും അഭ്യാസ നിയമവും. പിന്നെന്താണ്? ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് ആര്? തെറ്റിക്കരുത് കേട്ടോ. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ കോഹ്ലർ കാണും, കോഫ്ക കാണും, വേർത്തിമർ കാണും. അപ്പം ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ വേർത്തിമർ എഴുതുക. ഇത് പ്രചരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരാണ് കോഫ്കയും കോഹ്ലറും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ സമഗ്രത അല്ലെങ്കിൽ പൂർണ്ണതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പാർട്സിനല്ല. എന്താണ്? ഹോളായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ സമഗ്രതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അന്തർദൃഷ്ടി എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ഇൻസൈറ്റ് ലേണിംഗ്, ആ ഒരു പേര് കൊടുക്കുന്നത് കോഹ്ലറാണ്. ഇവരെ പഠനം നടത്തിയത് നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലാണ്. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് പിയാഷെയാണ്. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പിയാഷെയാണ്.
വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. പിന്നെന്താണ്, നമ്മുടെ കയ്യിലൊരു സ്കീമയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിചയമുള്ളൊരു സ്കീമയുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി അപരിചിതമായ നമുക്കറിയാത്ത സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അസിമുലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. നമ്മൾ തിയറി ക്ലാസ് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ സ്വാംശീകരിച്ച സ്കീമുകൾക്ക് നമ്മുടെ വൈജ്ഞാനിക ഘടനയിലെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തുന്നതാണ് അധിനിവേശനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തി ഈഗോ സൂപ്പർ ഈഗോ ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും കിട്ടും. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജനിക്കുന്നത് മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടനയാണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തിയറി പാർട്ട് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അച്ഛനൊരു മിഠായി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു അനിയത്തി കൂടെ ഉണ്ട്. അപ്പോൾ മിഠായി കൊണ്ടുവരുന്ന സമയത്ത് ആർക്കും കൊടുക്കണ്ട, ഞാൻ തന്നെ എടുത്ത് തിന്നേക്കാമെന്ന് കരുതുന്നത് ഇതാണ്. എന്നാൽ എൻ്റെ അനിയത്തി പാവമല്ലേ, അവൾക്ക് കൂടെ ഒരു പീസ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈഗോ ആണ്. അവൾ പാവമല്ലേ, അവൾക്ക് മൊത്തത്തിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് കരുതുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർ ഈഗോ. അതൊന്ന് ചിന്തിച്ച് വെച്ചിരുന്നാൽ മതി. ആപ്ലിക്കേഷൻ രീതിയിലൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നീട് എന്താ പറഞ്ഞത്, വ്യക്തിയിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, കോപം, വിശപ്പ്, ലൈംഗിക വികാരങ്ങൾ, ഇതൊക്കെ ഇവിടെ പെടുന്നത് ഇതിലാണ് അല്ലേ. ഇത് സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചത് ഇതിനെയാണ്. ലിബിഡോ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരിലെ ലൈംഗിക ത്വരയുടെ ശക്തി അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ലിബിഡോ എന്ന് പറയുന്നത്. ഈ ലിബിഡോ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിക്കുന്ന ഏതിനെയാണ്? ഇതിനെയാണ്. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഈഗോ ആണ്. നമ്മുടെ ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈഗോ ആണ്. അപ്പോൾ ഈഗോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യാഥാർത്ഥ്യ തത്വം അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈഗോ പ്രവർത്തിക്കുന്നത്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈഗോ ആണ്. ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോട് നമുക്ക് ഉപമിക്കാം. അതായത് കുതിരയെ നിയന്ത്രിക്കുന്നത് കുതിരക്കാരനല്ലേ, അതുപോലെ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈഗോ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സൂപ്പർ ഈഗോ. നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാം കേട്ടോ. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കണ്ടേ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് നോക്കാമല്ലോ. കുറഞ്ഞ സ്പീഡിലോ കൂടിയ സ്പീഡിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കാണാം. സ്പീഡ് കൂടുതലാണെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തേക്കല്ലേ. അപ്പോൾ അടുത്ത നോക്കിയോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇവിടെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. സാമൂഹ്യ നന്മയാണ് ലക്ഷ്യം വെക്കുന്നത്. അതായത് നമ്മുടെ സൂപ്പർ ഈഗോയെ സ്വാധീനിക്കുന്നത് തന്നെ സാമൂഹികമായിട്ടുള്ള ചിട്ടകളും സാൻമാർഗിക ബോധവുമാണ്. മനസ്സിനുള്ളിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതിനെ നിയന്ത്രിക്കുന്നു അല്ലേ. ശരിയെയും തെറ്റിനെയും നിയന്ത്രിക്കുന്നു. സാൻമാർഗിക തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാൻമാർഗിക തത്വം എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് അല്ലേ. സാൻമാർഗിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ യാഥാർത്ഥ്യ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഈഗോ ആണ്. ഇനി എന്താണ്? സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇതാണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണേ. ഗവേഷണ രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആംസ്ട്രോങ് ആണ്. ഹ്യൂറിസം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്തുക. ഹ്യൂറിസം എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നാണ്. അതുപോലെ തന്നെ ചാക്രിക ആരോഹണ രീതി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചാൽ ബ്രൂണറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ്. ഇത് മുൻപ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, ടാലൻറ്റ് ലാബ് കേട്ടോ. ടാലൻറ്റ് ലാബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ അതിൻ്റെ പരിശീലനവും പ്രോത്സാഹനവും കൊടുക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് DIET ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഇനി എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. നിങ്ങൾക്കറിയാം SSAയുടെ ആപ്തവാക്യമാണ്. SSAയുടെ ലക്ഷ്യം എന്താണ്? SSA എന്ന് പറയുന്നത് സർവശിക്ഷ അഭിയാനാണ്. SSAയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക.
നമ്മുടെ DPPയുടെ വികസിത രൂപമാണ് ഈ SSA എന്ന് പറയുന്നത്. 2001, 2002 ആ സമയത്താണ് ഈ SSA ആരംഭിക്കുന്നത്. നമ്മൾ ക്ലാസ് ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത നോക്കിയേ, SSA, RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ സർവ്വശിക്ഷാ അഭിയാനും തമ്മിൽ തിരിയരുത്. സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷേ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഈ RMSA എന്ന് കണ്ടില്ലേ, അതെന്താണ്? അതിൻ്റെ ഫുൾ ഫോം പഠിച്ചേക്കണം. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ് RMSA. നമ്മുടെ SSAയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് RMSA എന്ന് പറയുന്നത്. 2009 വന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ഇപ്പോൾ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ നമ്മുടെ SSA സർവ്വശിക്ഷാ അഭിയാനും എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ പദ്ധതി. അത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ ഏകീകരിക്കുന്നുണ്ട്. അടുത്ത നോക്കിയേ, കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പദ്ധതിയാണ് ഏത്? മലയാള തിളക്കം. അടുത്തത് നമുക്ക് പ്രീവിയസ് ആയിട്ട് എപ്പോഴും KTET പരീക്ഷയ്ക്ക് LP-UP പരീക്ഷയ്ക്ക് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രൊഫസർ യശ്പാൽ ആണ്. അല്ലെങ്കിൽ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി രൂപം കൊള്ളുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ഇനി നമ്മുടെ 2020 പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് 5+3+3+4 എന്നാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനം ഇല്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയും. മലയാളത്തിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയും, സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സങ്കലിത വിദ്യാഭ്യാസം എന്ന് കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് ഡയറക്റ്റായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ 3 പേരും ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇനി നമ്മുടെ ഗാന്ധിജി ആവിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, വാർധാ പദ്ധതി അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് നൈൻതാലി എന്നൊക്കെ അറിയപ്പെടുന്നത് വാർധാ പദ്ധതി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ പ്രവർത്തിച്ച് പഠിക്കുക. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്, അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്, അത് നമ്മുടെ ഗാന്ധിജിയുടെ ആണ്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ആഗമന രീതിയും നിഗമന രീതിയും നിങ്ങൾക്കറിയാം. ആഗമന രീതി എന്ന് പറയുന്ന കുറേ ഉദാഹരണങ്ങൾ ടീച്ചർ ആദ്യം കൊടുക്കുന്നു, കുട്ടികൾ ഉദാഹരണങ്ങളിലൂടെ ഒരു പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. നിഗമന രീതി അതിൻ്റെ ഓപ്പോസിറ്റാണ്. ആദ്യം തന്നെ ടീച്ചർ കുട്ടിക്ക് ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ആ തിയറി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് എക്സാമ്പിൾസ് കൊടുക്കുന്നു. അപ്പോൾ അതൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. നിഗമന രീതി ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. ഓക്കെ അല്ലേ? കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന പഠന വൈകല്യം ഏതാണ്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ വായനാശേഷി എന്ന് ചോദിക്കാതെ ലേഖനം എന്ന് പറയുമ്പോൾ ഇനി അവിടെ നിന്ന് ആലോചിക്കല്ലോ, റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ എന്ന്. ഏതാണ്? റൈറ്റിംഗ് ആണ് അല്ലേ? റൈറ്റിംഗ് ഡിസബിലിറ്റി ഏതാണ്? ഡിസ്ഗ്രാഫി ആണ്. ഇനി വായന അല്ലെങ്കിൽ ഭാഷണം അല്ലേ, പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട റീഡിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്ലെക്സിയ. പിന്നെന്താണ്? ഗണിതക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സുമായിട്ട് ബന്ധപ്പെട്ടത് ഡിസ്കാൽക്കുലിയ. പിന്നെന്താണ്? പേശീപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പഠനത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, 2010 ഏപ്രിൽ 1 മറ്റേ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാവും. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 2002 86 ഭേദഗതിയാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളോട് സാമ്യം ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് 1944 സാർജൻ്റ് റിപ്പോർട്ട്. എന്തായിരുന്നു? നമ്മുടെ ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർത്താ പദ്ധതിയുടെ നിർദ്ദേശങ്ങളോട് സാമ്യം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ റിപ്പോർട്ടാണ് ഏത്? സാർജൻ്റ് റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലേ, നമ്മൾ തയ്യൽ പീരീഡൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്.
അപ്പോൾ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാർത്താ പദ്ധതി അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ന് സ്കൂളുകളിലെ വർക്ക് എക്സ്പീരിയൻസ്. എമിലി എന്ന് പറയുന്ന കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. എമിലിയുടെ കർത്താവ് റൂസോ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ എമിലി എന്ന് പറയുന്ന കൃതിക്കകത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ്. അപ്പം അങ്ങനെ ചോദിച്ചാലും എഴുതിക്കോണം എമിലിയാണ്. എമിലിക്ക് 5 ഭാഗങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ റൂസോ ആണ്. നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ചു വെക്കാതെ അവരെ ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇറക്കി വിടണം. അവർ സ്വതന്ത്രരായിട്ട് അവിടെ കളിച്ച് വളരണം അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ എപ്പോഴും അമ്മയും പ്രകൃതിയുമായിരിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ റൂസോ ആണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാന്ന് ചോദിച്ചാലും റൂസോ ആണ്. നെക്സ്റ്റ് എബ്രഹാം മാസ്ലോയുടെ ശ്രേണിയാണ്. അപ്പോൾ ഈ ശ്രേണി എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ചോദിക്കുക. ഈ ശ്രേണി മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ബേസിലായിട്ടുള്ള ഫസ്റ്റ് ലെവൽ എന്താണെന്ന് ചോദിക്കാം, സെക്കൻഡ് ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഇതൊന്ന് ഓർഡറിലാക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണെന്ന് ചോദിക്കാം. ഹയസ്റ്റ് ലെവൽ ഏതാണ്, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. പിന്നെ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്, സുരക്ഷിതത്വമാണ്. മൂന്നാമത്തത് സ്നേഹം, ബന്ധങ്ങൾ. നാലാമത്തത് ആദരം. ഏറ്റവും ലാസ്റ്റത്തെയാണ് ആത്മയാഥാർത്ഥ്യവൽക്കരണം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കും. ഇത് വേറൊന്നുമില്ല നമുക്ക് പഠിക്കാൻ. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതിയെക്കുറിച്ച് പ്രീവിയസ് ചോദിച്ചത് പ്രോജക്റ്റ് രീതിയുടെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ആ സ്റ്റെപ്പാണ് ചോദിച്ചത്. അപ്പം സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നം കണ്ടെത്തുക, പിന്നെന്താണ് അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് ആസൂത്രണം. മൂന്നാമത്തത് എന്താണ് കളക്ഷൻ ഓഫ് ഡേറ്റാസ് അല്ലെങ്കിൽ വിവരശേഖരണം. നാലാമത്തത് അപഗ്രഥനം. അഞ്ചാമത്തത് നിഗമനം. ആറാമത്തെ മൂല്യനിർണ്ണയം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ ഇതെല്ലാം തരണമെന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് അവർ 4 സ്റ്റെപ്പാണ് കൊടുത്തിരുന്നത്. അതായത് പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം, ഇത്രയേ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓർഡർ ആക്കുക. ഓക്കെ, പഠിക്കുമ്പോൾ ഇതേ രീതി പഠിക്കുക. സ്റ്റെപ്പുകൾ ഏതാണ് തരുന്നത് അതിനനുസരിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അത് വെച്ച് ഓർഡറിലാക്കുക. പ്രോജക്റ്റ് രീതി പ്രചരിപ്പിക്കുന്നത് ജോൺ ഡൂയി ആണ്. പക്ഷേ പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കിൽപാട്രിക് ആണ്. പ്രായോഗികവാദം വിദ്യാഭ്യാസത്തിന് നൽകിയ സമ്മാനമാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിസത്തിൻ്റെ ഒരു സമ്മാനമാണ് പ്രോജക്റ്റ് രീതി. ഇതിൻ്റെ തത്വം എന്താണ്, പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് അസാധാരണമായി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിലും സമഗ്രമായും പ്രശ്നപരിഹാരത്തിന് മുൻനിർത്തി നടത്തുന്ന പഠനമാണ് കേസ് സ്റ്റഡി. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടി ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ നമുക്കൊരു അസാധാരണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ആഴത്തിലും സമഗ്രമായും പഠിക്കണം, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. ഈ കേസ് സ്റ്റഡിയെ നമ്മൾ സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ, അതുകൂടെ പഠിച്ചേക്കണം. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്ന പഠന രീതി കേസ് സ്റ്റഡിയാണ്. ക്രിയാഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്, സ്റ്റീഫൻ എം കോറിയാണ്. ഈ ക്രിയാഗവേഷണം എന്ന് പറയുന്നത് അധ്യാപകരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് പേപ്പർ എന്തെങ്കിലും നടത്തുമ്പോൾ കുട്ടികളെല്ലാം എന്താണ് അതിന് മാർക്ക് കുറവ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം തേടുന്നതാണ് ക്രിയാഗവേഷണം. അതെന്താണെന്ന് അപഗ്രഥിച്ച് നിഗമനത്തിലെത്തി അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഏത് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. ഇനി കൈത്താങ്ങ്, സ്കഫോൾഡിങ് എന്ന് പറയും അല്ലേ. കൈത്താങ്ങ്, പ്രതിക്രിയ, അധ്യാപനം, അതുപോലെ തന്നെ ZPD, ഇതിൻ്റെയൊക്കെ വക്താവ് ആരാണ്, വൈഗോട്സ്കിയാണ്. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ 3 എണ്ണമാണ്. ഓർഡറിൽ തന്നെ പഠിക്കണം, ഓർഡറിലാക്കാൻ ചോദിക്കാം. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. അതുപോലെ തന്നെ നമ്മുടെ പിയാഷയുടെ ഇന്ദ്രിയചാലക ഘട്ടമില്ല, അതിന് സമാനമായിട്ടുള്ള ബ്രൂണറുടെ ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് പ്രവർത്തന ഘട്ടമാണ്. ഇനി പിയാഷയുടെ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന് തുല്യമായത് പ്രതീകാത്മക ഘട്ടമാണ്. പിയാഷയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന് സമാനമായത് ബ്രൂണറുടെ ബിംബന ഘട്ടമാണ്. ഓക്കെ അല്ലേ.
പ്രൈമറി ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് രീതിയാണ് അല്ലേ, അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയും. കൂടുതലും പ്രൈമറി ക്ലാസ്സിലോ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒക്കെ ഈ ഒരു രീതിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം വിഷയം തിരിച്ച് പഠിപ്പിക്കത്തില്ല അല്ലേ, സയൻസ്, സോഷ്യൽ, മാത്സ് അങ്ങനെ ഓരോരോ വിഷയമായിട്ട് പഠിപ്പിക്കത്തില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ഉദ്ഗ്രഥിത പഠനമാണ്. ഇവിടെ ഓരോ വിഷയം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല, കണക്ട് ചെയ്ത് എല്ലാ വിഷയം കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയാണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത്. കൂടുതൽ പ്രൈമറി ക്ലാസ്സുകളിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെയാണ് ഈ ഒരു രീതി യൂസ്ഫുള്ള്. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ലോക ബാങ്കും സർവശിക്ഷാ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർസ്. അതെന്ന് വെച്ചാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ്? പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ലോക ബാങ്കും സർവശിക്ഷാ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർസ്. കൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, പ്രതിഭാശാലികളായ കുട്ടികൾ. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്തോ ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സിമ്പിളാണ്, IQ ടെസ്റ്റ് നടത്തിയാൽ പോരെ. 130-ൽ കൂടുതലുണ്ടെങ്കിൽ കുട്ടി പ്രതിഭാശാലിയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പരിപാടികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് പോഷക പരിപാടിയാണ്, അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. അതായത് ഇത്തരത്തിൽ അഭിരുചികൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കണം. അതായത് സാധാ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലത്തുള്ള എക്സസൈസും വർക്ക്ഷീറ്റും കൊടുക്കാതെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുക. അവർക്ക് അധിക വായനയ്ക്കുള്ള പുസ്തകങ്ങൾ, പ്രത്യേക രീതിയിലുള്ള എക്സസൈസ്, ക്ലാസ്സിന് പുറത്തുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി സമാന സംഘങ്ങളുടെ രൂപീകരണം അല്ലെങ്കിൽ എബിലിറ്റി ഗ്രൂപ്പിംഗ് രണ്ടാമത്തത്. അപ്പോൾ ആ പറയുന്ന പോലെ തന്നെ സംഘങ്ങൾ, സമാന സംഘങ്ങൾ മീൻസ് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് പ്രത്യേകം ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കാത്ത പ്രത്യേകം പഠന പ്രവർത്തനങ്ങൾ ക്ലാസ്സുകളിൽ കൊടുക്കുന്നു. അതാണ് എബിലിറ്റി ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സമാന സംഘങ്ങളുടെ രൂപീകരണം. നെക്സ്റ്റ് എന്താണ്? മുൻകൂട്ടിയുള്ള സ്കൂൾ പ്രവേശനം. അതായത് പ്രതിഭാശാലികളായ കുട്ടികളെന്ന് വെച്ചാൽ സാധാരണ കുട്ടികളെക്കാൾ മുമ്പ് തന്നെ അവർക്ക് എന്ത് കൊടുക്കണം? സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണം അല്ലേ. അവരെക്കാൾ മുമ്പേ പഠിച്ചു തുടങ്ങണമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? വിശിഷ്ടീകൃത അധ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബുദ്ധിശാലി അതായത് പ്രതിഭാശാലികളായ കുട്ടികളെ മാത്രം സംഘടിപ്പിച്ച് പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതാണ് വിശിഷ്ടീകൃത അധ്യാപനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അഞ്ചാമത്തെ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. നമ്മുടെ ഈ ഒരു കരിക്കുലവും പാഠപുസ്തകവും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബുദ്ധിശാലികളായ കുട്ടികൾക്കോ പ്രതിഭാശാലികളായ കുട്ടികൾക്കോ ഒന്നുമല്ല, സാധാരണ കുട്ടികളുടെ ലെവൽ അനുസരിച്ചായിട്ടാണ് നമ്മുടെ ഈ ഓരോ വർഷത്തെയും പാഠപുസ്തകം ആയാലും ഓരോ പാഠ്യപദ്ധതി എല്ലാം സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഈ പാഠപുസ്തകം ഈ സംഭവം ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം വേണ്ട. നോർമൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഒരു വർഷം എടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് 2 മാസം മതിയായിരിക്കും. ഇവർക്കത് സിമ്പിളാണ്, പ്രതിഭാശാലിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എന്ത് ചെയ്യണം? അവർക്ക് ക്ലാസ് കയറ്റം കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ ഇതുപോലെ ഒരു പ്രതിഭാശാലിയാണെന്നുണ്ടെങ്കിൽ അവനെ നേരിട്ട് 8-ാം ക്ലാസ്സിലോ 9-ലോട്ടോ ഒക്കെ ആക്കണമെന്നാണ് പറയുന്നത്. അതൊന്നും വലിയ പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചുരുക്കി പറഞ്ഞാൽ ക്ലാസ് കയറ്റം കൊടുക്കുക. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ക്ലാസ് കയറ്റം കൊടുക്കുക. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? സ്കൂൾ വിക്കി. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവോ? ഗൂഗിൾ ഇന്ത്യയുടെ സഹായത്തോടെ കൈറ്റ് വികസിപ്പിച്ചെടുത്തതാണ് ജി സ്യൂട്ട്. എന്താണ്? ഗൂഗിൾ ഇന്ത്യയുടെ സഹായത്തോടെ കൈറ്റ് വികസിപ്പിച്ചെടുത്തതാണ് ജി സ്യൂട്ട്. ജി സ്യൂട്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്കും അധ്യാപകരുമായിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജി സ്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവും? അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ജി സ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗപരതയുടെ ഘടകങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്? മൗലികത എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഉള്ള പോലെയല്ല, വ്യത്യസ്തമായിട്ടൊരു ആശയം. ക്രിയേറ്റീവ് എന്ന് പറയുന്നതിന് അത് തന്നെയല്ലേ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, വ്യത്യസ്തമായ ഒരു ആശയം ഉണ്ടാകുന്നു, അതിനെയാണ് മൗലികത എന്ന് പറയുന്നത്. ഇനി പടുത എന്ന് പറയുന്നത് ഫ്ലുവൻസിക്കാണ് കേട്ടോ. പടുത എന്ന് പറയുന്നത് ഫ്ലുവൻസിയുടെ കറക്റ്റ് മലയാളമാണ്. പിന്നെ എന്താണ്? ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അയവ്. അത് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. വിപുലീകരണം എന്ന് പറയുന്നത്
ചെറിയൊരു സംഭവത്തിൽ നിന്ന് അത് ആ ഒരു ആശയത്തെ വിപുലീകരിക്കാൻ, മനസ്സിലായി, വിശദമായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു ശേഷിയാണ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. വിവരചന ചിന്ത അറിയാമല്ലോ, ഡൈവേർജൻ തിങ്കിങ് അല്ലേ. ഒരു പ്രശ്നത്തിന് ഒരുപാട് സൊല്യൂഷൻ അല്ലേ, പുതിയൊരു സൊല്യൂഷനിലേക്കായിരിക്കും ഇങ്ങനെയുള്ള വിവരചന ചിന്തയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. സംവരചന ചിന്ത എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിന് ഒരു പ്രോബ്ലം, ആ ഒരു രീതി. ഡൈവേർജൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഒരു പ്രശ്നം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേനും ഒരുപാട് രീതി നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായല്ലോ. സയൻസ് പഠനത്തിന് ഉപയോഗിക്കാവുന്ന ഇൻട്രാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഏതെന്ന് ചോദിച്ചാൽ ഫെറ്റാണ്. PHET എന്ന് പറയും കേട്ടോ, ഫെറ്റ്. ഇനി സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ബോധന രീതി അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് അനുപൂരക വിദ്യാഭ്യാസം. ഇമ്പോർട്ടൻ്റ് ആണ്. പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്ന രീതിയാണ് വിഷയബന്ധിത രീതി. നമ്മൾ ഉത്ഗ്രഥിത രീതി പറഞ്ഞില്ല, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവിടെ നമ്മൾ ഓരോരോ സബ്ജക്റ്റായിട്ട് അവതരിപ്പിക്കുന്നില്ല അല്ലേ, എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഉത്ഗ്രഥിത രീതിയിൽ പറഞ്ഞത്. ഇവിടെ എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായിട്ട് വെവ്വേറെ, സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് എന്നും പറഞ്ഞ് വെവ്വേറെ തന്നെ അവതരിപ്പിക്കുന്നതാണ് വിഷയബന്ധിത രീതി. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചു എന്ന് മാത്രം നോക്കുന്നു. അതായത് നമ്മളൊരു പ്രശ്നം ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നം മാത്രം പരിശോധിക്കുന്നു. ഇപ്പോൾ ഒരു മാത്സ് പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ അവൻ ചെയ്തു എന്ന് നോക്കത്തില്ല, പക്ഷേ അവന് അതിനൊരു പ്രോഡക്റ്റ് കിട്ടിയോ എന്ന് മാത്രം നോക്കുന്നു. അതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി എന്ന് പറയുന്നത്. എന്നാൽ പ്രക്രിയ അധിഷ്ഠിത രീതി എന്താണ്? പ്രശ്നപരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നുള്ളതാണ് പ്രക്രിയ അധിഷ്ഠിത രീതി. അതായത് നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ ഇപ്പോൾ നടക്കുന്നത് പ്രക്രിയ അധിഷ്ഠിത രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതിനുള്ളതാണ് അവർക്ക് ഓരോ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രോഡക്റ്റിന് പ്രാധാന്യമൊന്നുമില്ല. പ്രോസസ്സ് നന്നായി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓക്കെ ആവും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി. അപ്പോൾ മറ്റേതിലെന്ന് പറയുന്നത് പ്രോഡക്റ്റിനാണ് പ്രാധാന്യം. കിട്ടിയ ആൻസർ അത് അവൻ എങ്ങനെ കിട്ടിയോ, അവൻ കോപ്പി അടിച്ചാണോ അല്ലാതാണോ, അവൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്, അതൊന്നും നോക്കത്തില്ല. പ്രോഡക്റ്റ് കിട്ടിയോ ഓക്കെ. അതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി. ഇവിടെ എന്ന് പറയുന്നത് ആ പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ ഏതൊക്കെ സ്റ്റെപ്പ് രീതിയിൽ ഇത് ചെയ്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. ആണ് ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വൈഗോട്സ്കി ആണ്. അപ്പം അടുത്തത് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, സ്പൈറൽ കരിക്കുലം, ഇതിൻ്റെയൊക്കെ ഫാദർ ആരാണ്? ബ്രൂണറാണ് കേട്ടോ. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവമാണ്. അടുത്തത് ഹൂ ഡെവലപ്ഡ് ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ രേഖീയ ശൈലി വികസിപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റൊരു രീതി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രോഗ്രാംഡ് ലേണിംഗ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ക്രമീകൃത പഠനം വികസിപ്പിച്ചത് ആരാണ്? നമ്മുടെ സ്കിന്നറാണ്. ഇനി ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഡെവലപ്ഡ് ബൈ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലീനിയർ പ്രോഗ്രാമിംഗ് സ്കിന്നറാണ്, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നോർമൻ എ ക്രൗഡറാണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മളെല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ്. ഇതിൽ ക്രിയാ ഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിൻ്റെത് സ്റ്റീഫൻ എം കോറിയാണ്. രണ്ടാമത്തേത് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ടാറ്റ് അല്ലെങ്കിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ അല്ല, അതാണ് അവിടുത്തെ തെറ്റായിട്ടുള്ളത്. സാമൂഹ്യ ബന്ധ പരിശോധന ക്ലിക്കുകൾ. അടുത്ത ചോദ്യം, നമ്മൾ ഒരു 70നും 85നും ഇടയ്ക്ക് IQ ലെവലുള്ള കുട്ടി എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വിടുന്നത്? മന്ദബുദ്ധി അല്ലെങ്കിൽ ഡള്ളാണ്. അപ്പോൾ 140ൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്രതിഭാശാലി അല്ലെങ്കിൽ ജീനിയസ് എന്ന് പറയാം. 120നും 139നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ വെരി സുപ്പീരിയർ അല്ലെങ്കിൽ അതിബുദ്ധിമാൻ എന്ന് പറയാം. 110നും 119നും ഇടയ്ക്കാണെങ്കിൽ സുപ്പീരിയർ, 90നും 109നും ഇടയ്ക്കാണെങ്കിൽ ആവറേജ്, 80-89 ഡള്ളെന്ന് പറയുന്നത്. നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 70നും 85നും ഇടയ്ക്ക്. അപ്പോൾ 80-89 വരുന്ന, അപ്പോൾ 85 വരെ നമുക്ക് ഡള്ള് പറയാം അല്ലേ. അതുപോലെ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നീട് 70-79 ബോർഡർ ലൈൻ പറയുന്നത്. പിന്നെ ബിലോ 70 ആണെന്നുണ്ടെങ്കിൽ മെൻ്റലി ചാലഞ്ച്ഡ് ആണ്. ബിലോ 25 എന്ന് പറയുന്നത് ഇഡിയറ്റ്സ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം, ചാലക വികാസ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? നോക്കിക്കേ, ഓപ്ഷൻ സി ആണ്. ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക് അല്ലെങ്കിൽ യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ ട്രെൻഡ് അല്ലേ.
ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക്. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ് പല രീതിയിലും തിരിച്ചും മറിച്ചും ഒക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് വൺ മാസ് ടു സ്പെസിഫിക് ട്രെൻഡാണ്, അതായത് സ്ഥൂല ചലനത്തിൽ നിന്ന് സൂക്ഷ്മ ചലനത്തിലേക്ക്. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സാധനം എടുക്കണം അല്ലെങ്കിൽ ഒരു പുസ്തകം എടുക്കണമെങ്കിൽ അതിൻ്റെ ബോഡി പാർട്സ് മൊത്തം ഉപയോഗിക്കും അല്ലേ. പക്ഷേ പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് കുട്ടി ഒരു കൈവച്ച് പുസ്തകം എടുക്കുന്നു. അതാണ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലാർജ് ടു സ്മോൾ ട്രെൻഡ്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകമോ ബോളോ ഒക്കെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ 2 കൈ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ലാർജ് മസിൽസിൻ്റെ കോർഡിനേഷനാണ് അവിടെ. പിന്നീട് അതെങ്ങനെയാവും, സ്മോൾ മസിൽസ്, അതായത് ഒരു കൈ വെച്ച് കുട്ടി പുസ്തകമോ ബോളോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അതാണ് രണ്ടാമത്തേത്. 3ഉം 4ഉം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെഫലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. നെക്സ്റ്റ് നോക്കേ, ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ തിരിച്ചിട്ട് തന്നത്. യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ എന്നാണ് ഓപ്ഷനിൽ തന്നത്. നമ്മളത് തെറ്റാന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബൈലാറ്ററൽ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് കൈയാണ് യൂസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അവർ 2 കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കും. നമ്മൾ പേന കൊടുത്തു കഴിഞ്ഞാൽ വലത്തെ കൈ മാത്രമേ അവർ പിടിക്കത്തുള്ളൂ അല്ലേ. ഇടത്തെ കൈ വെച്ചും കുത്തി വരയ്ക്കും, വലത്തെ കൈ വെച്ചും കുത്തി വരയ്ക്കും അല്ലേ. അപ്പോൾ ഇന്ന കൈയാണ് അവർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ല. വളരുന്ന സമയത്ത് അത് യൂണിലാറ്ററൽ ട്രെൻഡിലോട്ട് മാറും അല്ലേ. അപ്പോൾ കുട്ടിക്ക് അറിയാം ഏത് കൈവച്ചാണ് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് കൈവച്ചാണ് ഞാൻ എഴുതാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കൈയിലേക്ക് കുട്ടിയുടെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് പോകും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് മാക്സിമം ടു മിനിമം ട്രെൻഡാണ്. അതായത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു സാധനം അവിടെ നിന്ന് മാറ്റി വെക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് എനർജി അവർക്ക് അവിടെ വേസ്റ്റ് ചെയ്യില്ല ആ ഒരു സാധനം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരുന്ന സമയത്ത് അവർക്ക് അത്രയും മാക്സിമം എനർജി അവിടെ കൊടുക്കണ്ട, മിനിമം എനർജി കൊടുത്താൽ മതി അല്ലേ. ആ ഒരു സാധനം വളരെ പെട്ടെന്ന് തന്നെ അവരെടുത്ത് മാറ്റുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. പെട്ടെന്ന് റിവിഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിപ്പോകുന്നത് കേട്ടോ. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ നിയമമാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ആക്ട് പ്രിപ്പയർഡ് ഫോർ ദോസ് ഹൂ ഡിസേർവ് സ്പെഷ്യൽ കൺസിഡറേഷൻ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മെൻ്റൽ ഹെൽത്ത് ആക്ട്. ആദ്യത്തെ ആക്ടാണ് ചോദിച്ചിരിക്കുന്നത്, മെൻ്റൽ ഹെൽത്ത് ആക്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് PWD ആക്ട് 1995 ആണ്, RT ആക്ട് 2009 ആണ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992 ആണ്, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 ആണ്. അപ്പോൾ 1987 ആണല്ലോ ഏറ്റവും പഴയതല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം വന്നതെന്ന് ഓർക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ അഭിക്ഷമത പരിശോധിക്കാനുള്ള ശോധകം ഏതാണ്? അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സാമ്പിളാണ്. നമ്മൾ പഠിച്ചത് ഏതാണ്? ഈ കൂട്ടത്തിൽ ഏതാണ് നമ്മൾ പഠിച്ചത്? വിരൽ വേഗത പരീക്ഷ, FDT അല്ലേ, ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. വിരൽ വേഗത പരീക്ഷ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സാമ്പിളാണ്. ഇനി ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിക്ഷമത എന്ന് പറയുന്നത്. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് അഭിക്ഷമത അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്. ബാർഷ്യൻ അപ്രോച്ചിൻ ലെസൺ പ്ലാൻ ആണ്. അവിടെ നിന്ന് ആ ഒരു സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചേക്കണം. ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ ആണ്, രണ്ടാമത്തെ പ്രസൻറ്റേഷൻ, മൂന്നാമത്തെ കമ്പാരിസൺ ആൻഡ് അസോസിയേഷൻ, നാലാമത്തേത് ജനറലൈസേഷൻ, അഞ്ചാമത്തേത് ആപ്ലിക്കേഷൻ, ആറാമത്തേത് റീക്യാപിറ്റുലേഷൻ. എന്തൊക്കെയാണ്? ആമുഖം, അവതരണം, താരതമ്യവും കൂട്ടായ്മയും, സാമാന്യവൽക്കരണം, പ്രയോഗം, പുനരാഖ്യാനം. ഫാക്ടേഴ്സ് ഇൻ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ. SI മോഡലിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്? ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രോഡക്ട്സ്. ഇത് മൂന്നുമാണ്. മാനസിക പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നം. ഇത് 3 ഫാക്ടേഴ്സുമാണ് SI മോഡലിലുള്ളത്. ഇനി അടുത്തത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറി റിട്ടൻഷൻ, ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഇവാലുവേഷൻ. ഇപ്പോൾ ഓപ്പറേഷൻസിൽ വരുന്നതെല്ലാം നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, നമ്മുടെ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ കോഗ്നിഷൻ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ് എന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. വിഷ്വൽ, ഓഡിറ്ററി,
സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ. രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇനി പ്രോഡക്ട്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഏകകങ്ങൾ, വിഭാഗങ്ങൾ, ബന്ധങ്ങൾ, വ്യവസ്ഥകൾ, രൂപാന്തരങ്ങൾ, സൂചനകൾ. ഇനി മൈക്രോ ടീച്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച്, റീഫീഡ്ബാക്ക്. ആസൂത്രണം, അധ്യാപനം, പ്രതിപുഷ്ടി, പുനരധ്യാപനം, പുനരാസൂത്രണം, പുനഃപ്രതിപുഷ്ടി. ഇത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. ഇനി ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ആണ്. ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റേജസ്. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സജ്ജീകരണം. രണ്ടാമത്തേത് ഇൻക്യുബേഷൻ. മൂന്നാമത്തേത് ഇല്യൂമിനേഷൻ, പ്രകാശ പ്രസരണം. നാലാമത്തേത് വേരിഫിക്കേഷൻ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ഫോർത്ത് സ്റ്റെപ്പ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഗാഗ്നയുടെ സ്റ്റേജസ് 8 എണ്ണമാണുള്ളത്. 8 നമ്മൾ പഠിക്കണം. 5ാമത്തെ സ്റ്റേജ് ഏതാണ്, 6ാമത്തെ സ്റ്റേജ് ഏതാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സിഗ്നൽ ലേണിംഗ് സൂചനാ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ചോദക പ്രതികരണ പഠനം, ചെയിനിങ് ശ്രേണി പഠനം, വെർബൽ അസോസിയേഷൻ വചന സഹചരത്വം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ബഹുമുഖ വിവേചനം, കൺസെപ്റ്റ് ലേണിംഗ് സംപ്രത്യയ പഠനം, പ്രിൻസിപ്പൽ ലേണിംഗ് തത്വപഠനം, പ്രോബ്ലം സോൾവിങ് പ്രശ്നപരിഹരണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ആ സ്റ്റെപ്സുകളൊന്ന് ഓർമ്മിച്ചിരിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിയേക്കണം. 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ നയം വരുന്നത്. മനസ്സിലായോ? ഇനി അപ്പോൾ ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1968 ആരുടെ കാലഘട്ടത്തിലാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി രണ്ടാമത് ആ നമ്പർ ഒന്ന് തിരിച്ചിട്ടാൽ മതി. 68 എന്നുള്ളത് തിരിച്ചിട്ടേ 86 അല്ലേ. അപ്പോൾ 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അതിനെ ഒന്ന് 1992 നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. അത് വിട്ടേരാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണ് 2020 ഇപ്പോൾ വന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ 4 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും വരുന്ന ക്ലാസ്, അതുപോലെ തന്നെ ഏജ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അത് കുട്ടി ജനിച്ച് 3ാമത്തെ വയസ്സ് മുതൽ അവൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുവാണ്. 3 തൊട്ട് 8 വയസ്സ് വരെ, അതായത് പ്രീ സ്കൂൾ കാലഘട്ടമാണ് കേട്ടോ. 3 തൊട്ട് 8 വയസ്സ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടമാണ്. രണ്ടാമത്തേത് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടം എന്ന് പറയും. അതെന്ന് പറയുന്നത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. അതായത് ഏതൊക്കെ ക്ലാസ്സാണ്? 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്. അപ്പം 4ാം ക്ലാസ് ഏത് ഘട്ടത്തിലാണ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്തത് മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടമാണ്. അപ്പോൾ അതെന്താണ്? 11 മുതൽ 14 വയസ്സ് വരെയുള്ള സമയമാണ്. അതായത് 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്. നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് അല്ലെങ്കിൽ ഉന്നത ഘട്ടമാണ്. അതായത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അപ്പോൾ അതേതാണ്? 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്. ഇനി ഈ ഒരു കരട് രൂപം തയ്യാറാക്കിയത് ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കസ്തൂരി രംഗനാണ്. അപ്പോൾ അദ്ദേഹം അടക്കം 9 പേരാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉള്ളത്. ഇതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? കസ്തൂരി രംഗൻ. ഇനി പുതിയ മൂല്യനിർണ്ണയ കേന്ദ്രത്തിൻ്റെ പേരാണ് പരാഗ്. നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ ആണ് പരാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം പഠിച്ചേക്കണം. എന്താണ്? പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. എന്താണ് പരാഗിൻ്റെ പൂർണ്ണരൂപം? പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ദേശീയ തലത്തിൽ ടീച്ചേഴ്സിന് നൽകുന്ന ഗുണനിലവാര സൂചിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ തലത്തിൽ ടീച്ചേഴ്സിന് നൽകുന്ന ഗുണനിലവാര സൂചികയാണ്
NPST ഫുൾ ഫോം പഠിച്ചേക്കണം. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. ഡേവിഡ് മെക്കലൻഡ് 3 പ്രധാനപ്പെട്ട നീഡ്സ് പറഞ്ഞിട്ടുണ്ട്, അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ചില തിയറിയൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ചില തിയറിയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം കേട്ടോ. ആ 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം. ഇനി അടുത്ത ചോദ്യം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ അനുഭവാധിഷ്ഠിത പഠന ചക്രത്തിലെ 4 പ്രധാനപ്പെട്ട സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന 4ഉം കറക്റ്റാണ്. ഒന്നാമത്തേത് കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മൂർത്ത അനുഭവങ്ങൾ. രണ്ടാമത്തേത് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ, സജീവ പരീക്ഷണം. മൂന്നാമത്തേത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, പ്രതിഫലാത്മക നിരീക്ഷണം. ലാസ്റ്റത്തത് അബ്സ്ട്രാക്റ്റ് കോൺസെപ്ച്വലൈസേഷൻ, അമൂർത്തമായ ആശയരൂപീകരണം. നമുക്കറിയാവുന്നതാണ്, എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആപ്ലിക്കേഷൻ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് അനക്ഡോട്ട റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും. ഒരിക്കൽ കേട്ടിട്ടിന് ചോദിച്ചത് ഈ ഒരു സെൻറ്റൻസ് തന്നെ ആയിരുന്നു. എന്താണ് അനക്ഡോട്ട റെക്കോർഡിൻ്റെത്? റെക്കോർഡ് ദാറ്റ് മേ കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടിയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ അത് ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു അല്ലേ. കുട്ടി പ്ലേ ഗ്രൗണ്ടിൽ എങ്ങനെയാണ്, കുട്ടി ബാക്കിയുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ്, അവൻ ദേഷ്യക്കാരനാണോ, അല്ലെങ്കിൽ അവൻ ഇടപഴകുന്ന സമയത്ത് അവന് എന്തെങ്കിലും പ്രത്യേക സ്വഭാവ സവിശേഷത ഉണ്ടോ എന്ന് ടീച്ചർ ഒബ്സർവ് ചെയ്തിട്ട് അത് രേഖപ്പെടുത്തുന്നത്. ചിലപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും അവരത് റെക്കോർഡ് ചെയ്യുന്നു. അതാണ് അനക്ഡോട്ട റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ഡേറ്റയാണ്. അടിവരയിട്ട് പഠിച്ചോണം, പെർമനൻ്റ് ഡേറ്റയാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. ഒരിക്കലും നമുക്കൊരു കുട്ടിയുടെ ഒരു കംപ്ലീറ്റ് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് വേണം പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് കുട്ടിയുടെ പേരും അഡ്രസ്സും ഫാമിലി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവൻ്റെ സ്കൂളിലെ പ്രകടനങ്ങളും സൈക്കോളജി ടെസ്റ്റിലെ പ്രകടനങ്ങളും അതുപോലെ അവൻ്റെ ലക്ഷ്യങ്ങളും ഗോൾസും എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പെർമനൻ്റ് ഡേറ്റയാണ് ഈ പറയുന്ന ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. നോക്കിയേ, ഇനി നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ഏരിയയാണ്. PWD ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് ചോദിച്ചാൽ 1995 ആണ്. നിലവിൽ വന്നത് എന്നാണ്? 1995 ആണ്. എന്നാൽ കെയിം ഇൻ ടു ഫോഴ്സ്, ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1996 കേട്ടോ. അടുത്തത് നോം റെഫറൻസ്ഡ് ടെസ്റ്റും ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ടെസ്റ്റും. അതിൽ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ PSC പരീക്ഷ ആലോചിച്ചാൽ മതി. PSCയുടെ കട്ട് ഓഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളോടൊപ്പം എക്സാം എഴുതിയ ബാക്കിയുള്ളവരുടെ സ്കോർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫും ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ സ്കോറും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നു അല്ലേ. കമ്പയർ ചെയ്തിട്ടാണ് അവിടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ ഈ ഒരു സ്കോർ വെച്ചിട്ട് അവരെ പ്രത്യേക ഗ്രൂപ്പുകളാക്കിയിട്ട് അവർക്ക് ഗ്രേഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ റാങ്ക് ചെയ്യുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നോം റെഫറൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നോം റെഫറൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ PSC ടെസ്റ്റ്, പിന്നെ സിവിൽ സർവീസ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റാണ്. പേര് പോലെ തന്നെ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. നമ്മളിപ്പോൾ പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നു, അവിടെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇത്ര കിലോ വെയിറ്റ് വേണം, ഇത്ര ഹൈറ്റ് വേണം, ചെസ്റ്റിന് ഇത്ര ഇത് വേണം, കണ്ണിൻ്റെ പവർ, അങ്ങനെ ഓരോ ക്രൈറ്റീരിയ നമ്മൾ ഓക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് വിജയിക്കുന്നത് അല്ലേ. അല്ലാതെ ബാക്കിയുള്ളവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണോ നമുക്കവിടെ സ്കോർ വീഴുന്നത്? അല്ല, ബാക്കിയുള്ളവരുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. നമ്മൾ നമ്മുടെ ക്രൈറ്റീരിയ പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് വിജയിച്ചു, അത്രയേ ഉള്ളൂ അല്ലേ. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മളോട് അവർ 8 എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ കാർ ടെസ്റ്റിന് പോയാൽ H എടുക്കാൻ പറയുന്നു. അത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണോ അവർ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അല്ല ബാക്കിയുള്ളവർ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടല്ല നമ്മുടെ സ്കോർ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കമ്പാരിസണും കാര്യങ്ങളും ഒന്നുമില്ല.
അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ്, അതുപോലെ എൻട്രി സ്കിൽസ് ടെസ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഗ്രേഡിങ്ങിൽ അബ്സലൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അതായത് അബ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, ഫിക്സ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര മാർക്കിനിടയിൽ കിട്ടുന്നവർക്ക് ഈ ഗ്രേഡ് കൊടുക്കണം, പിന്നെന്താണ് 80-89 ഇടയ്ക്ക് കിട്ടുന്നവർക്ക് ബി ഗ്രേഡ് കൊടുക്കണം. ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ എന്താണ് ഇത്, ക്രൈറ്റീരിയ ഉണ്ടല്ലേ, നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അബ്സലൂട്ട് ഗ്രേഡിങ്ങിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പെർഫോമൻസ് മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത ശേഷം അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഗ്രേഡ് കൊടുക്കുന്നതിനെയാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ 10 ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എ ഗ്രേഡ് കൊടുക്കുന്നു, അതിൽ താഴെ വരുന്ന 25 കുട്ടികൾക്ക് ബി ഗ്രേഡ് കൊടുക്കുന്നു, അതിൽ താഴെ വരുന്ന 30 കുട്ടികൾക്ക് സി ഗ്രേഡ് കൊടുക്കുന്നു. അങ്ങനെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത ശേഷമാണ് ഇവിടെ നമുക്ക് ഗ്രേഡ് കൊടുക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ പോസിറ്റീവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ആപ്ലിക്കേഷൻ രീതി ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ കുട്ടി എന്ത് നല്ല കാര്യം ചെയ്താലും അവനൊരു സമ്മാനം കൊടുക്കുന്നത്, റിവാർഡ് കൊടുക്കുന്നത്, അവൻ്റെ തോളെ തട്ടുന്നത്, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നത്, ഇതെല്ലാം തന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ രീതി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എഴുതാം. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയാലും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയാലും കുട്ടികളുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് എന്ന് നിങ്ങൾ കാണുന്നത് കൊണ്ട് അതൊരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് കുട്ടിയുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവ ഇഷ്ടമില്ലാത്ത ഒരു സ്റ്റിമുലസ് നമ്മളവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവനിൽ നല്ലൊരു പ്രതികരണം ആവർത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. പരീക്ഷ ഹാളിൽ ചെന്ന് ആപ്ലിക്കേഷൻ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ കുട്ടികളോട് പറയുകയാണ്, ക്ലാസ്സിൽ ഇരുന്ന് കുറച്ച് പ്രാക്ടീസ് വർക്ക്, അതായത് മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തന്നു വിടത്തില്ല. ഹോംവർക്ക് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് നമ്മളവിടെ തടഞ്ഞു വെച്ചത് അല്ലേ, അല്ലെങ്കിൽ നമ്മളത് പിൻവലിച്ചപ്പോൾ എന്ത് പറ്റി, കുട്ടി എന്ത് ചെയ്യുന്നു, ചിട്ടയായിട്ട് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ അവനിൽ നല്ല ശീലം വളരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അവൻ്റെ നല്ല ശീലങ്ങൾ വളരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ, ഓർത്തേക്കണേ. നോക്കിക്കേ, പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. നമ്മുടെ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, സാധാരണ ചോദിക്കുന്നതെന്ന് പറയുന്നത് ആ ഘട്ടങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും വരുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ദ്രിയജാല ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് പെർമനൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഫ്ലെക്സ് ആക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഏതാ വരുന്നത്, റിഫ്ലെക്സ് പ്രവർത്തനം വരുന്നത് ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്നെങ്കിൽ ബി ആവാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആവാം. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജാണ്. അവിടെയാണ് നമ്മൾ സിമ്പിൾസ് അല്ലെങ്കിൽ പ്രതീകങ്ങളെ കുറിച്ച് പഠിച്ചത് അല്ലേ. ഇനി ഞാൻ അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ LPSA UPSC ഇതുവരെ സിലബസ് ബേസ്ഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം കൂടെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം, കാണുക കേട്ടോ. അപ്പം റിഫ്ലെക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റായിട്ട് വരുന്നത്. മൂന്നാമത്തെ എന്താണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, മനോവ്യാപാര ഘട്ടം അല്ലേ. അപ്പോൾ ഓപ്പറേഷൻസ്. ഇനി അടുത്തത് യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത് അവസാനത്തെ സ്റ്റേജാണ്, അതായത് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ, റിഫ്ലെക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു, എപ്പോഴും ചോദിക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറി ചോദിച്ചു. അടുത്തത് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? ഏതാണ്, പ്രക്ഷേപണ രീതിയാണോ, നിരീക്ഷണ രീതിയാണോ, ക്ലിനിക്കൽ രീതിയാണോ, സർവേ രീതിയാണോ? ഇത് നമ്മൾ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭാഗവും മൊത്തം ഫിനിഷ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നതൊരു പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡാണ്.
അടുത്ത ചോദ്യം, വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. വാചിക ചേഷ്ടകൾ അല്ലെങ്കിൽ വേർബൽ ബിഹേവിയറിൻ്റെ പ്രബലനം അല്ലെങ്കിൽ കണ്ടീഷനിങ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? അപ്പോൾ ഭാഷാ വികാസമൊക്കെ കണ്ടിട്ട് ഓടിപ്പോയി നമ്മുടെ നോം ചോംസ്കി പോയി കുത്തരുത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിക്കേ. വേർബൽ ബിഹേവിയർ അല്ലെങ്കിൽ വാചിക ചേഷ്ട എന്ന് എവിടെ കണ്ടാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ക്ലൂ കൂടെ തന്നിട്ടുണ്ട്, പ്രബലനം. പ്രബലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് എവിടെ കണ്ടാലും അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കിന്നറാണ് അല്ലേ? അപ്പോൾ വാചിക ചേഷ്ട എന്ന് പറയുന്നത് 1957 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോ ഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ആരുടെയാണ്? ആൽബർട്ട് ബദൂരയുടെയാണ്. നോക്കിക്കേ, ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധമാണ് പഠനം. ഇപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ഇതൊക്കെ പറഞ്ഞത് നമ്മൾ ബിഹേവിയറിസത്തിലാണ്. അവിടെ 3 പേരെ നമ്മൾ പഠിച്ചാരൊക്കെയാണ്? പാവ്ലോവും സ്കിന്നറും തോണ്ടേക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ബി എന്താണ്? ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. അതല്ലേ കറക്റ്റ്? കുട്ടികൾ ടി വിയിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയോ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ അതുപോലെ കോപ്പി ചെയ്ത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് അത് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു തിയറിയിൽ അതല്ലേ പറയുന്നത്. പിന്നെന്താണ്? ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിൻ്റെ സമഗ്രത. നമ്മൾ അത് പഠിച്ചത് എവിടെയാണ്? ഗസ്റ്റാൾട്ടിസത്തിലാണ് അല്ലെങ്കിൽ സമഗ്രതാവാദത്തിലാണ് അത് പഠിച്ചത്. അപ്പോൾ അതും തെറ്റാണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ നോളേജ് അവൻ സ്വയം കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. നമ്മൾ കൺസ്ട്രക്റ്റിവിസം, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിലൊക്കെയാണ് അത് പഠിച്ചത്. അപ്പോൾ അതും കളഞ്ഞേരെ. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം നമ്മൾ പഠിച്ചേല്ലേ? സൈക്കോ അനലിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. നമ്മൾ പേഴ്സണാലിറ്റി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ അത് പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള സംഭവം ഏതാണ്? അല്ലെങ്കിൽ വില്ലനായിട്ടുള്ള സംഭവം ഏതാണ്? അഹമാണോ? ലിബിഡോ ആണോ? അത്യഹമാണോ? ഇദ്ദാണോ? ഏതാണ്? ഇദ്ദാണല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ജന്മവാസനകളുടെയും പ്രാകൃത വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകമാണ് ഇദ്ദ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. പഠനത്തിൽ മികവ് പുലർത്താത്തൊരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ കാണുന്നത്? അത് നമ്മുടെ സിലബസിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഒന്നിൽ കുട്ടിക്ക് മികവില്ല, മറ്റതിൽ അത് നികത്തുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് കോമ്പൻസേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ അനുപൂരണമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലനപ്പെടുത്തുന്നു. ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? നമ്മൾ തോണ്ടേക്കിൻ്റെ 3 ബേസിക് ലോസ് അല്ലെങ്കിൽ പ്രാഥമിക നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം. അതെല്ലാം തന്നെ ഓപ്ഷനിലും ഉണ്ട്. പിന്നെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിലാദ്യം വരുന്നത് സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് ആണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ആ ഒരു കണ്ടന്റിലേക്ക് കൊണ്ടുവരണം. അവരെ റെഡിയാക്കി ഇരുത്തണം അല്ലേ? അവർ ഉറങ്ങി തൂങ്ങി പോവാതെ അവരെ റെഡിയാക്കണം. അതാണ് ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധതാ നിയമത്തിൽ പറയുന്നത്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അവർ കൂടുതൽ എക്സസൈസ് അല്ലെങ്കിൽ അഭ്യാസങ്ങൾ ചെയ്ത് അവരെന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആക്കി എടുക്കണം അല്ലേ? ഇനി എന്താണ്? അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവരുടെ പഠനത്തിനൊരു ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, സമ്മാനങ്ങൾ കൊടുക്കണം, പ്രശംസ അല്ലേ? നമ്മൾ എന്തെങ്കിലും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ തോളത്തൊന്ന് തട്ടുക, അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുമ്പോഴത്തേക്ക് അവനെ ഒരു ചിരിയോടുകൂടി നേരിടുക. അതൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുക, ഒരു മിഠായി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അവൻ്റെ പഠനത്തിന് അപ്പോഴാണ് ഒരു ഫലം ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അവരെടുത്ത് സമ്മാനങ്ങളും പ്രശംസയും എന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ മൂന്നാമത് പറഞ്ഞ ഫലനിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ.
ഇനി നോക്കിക്കേ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്നപരിഹരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഏതാണ്? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ ഇതിൻ്റെ അകത്ത് 2 പേരുടെ അഭിപ്രായം നമ്മൾ പഠിക്കണം. ഒന്ന് ആൾട്ടൻബർഗിൻ്റെ ആണ്, ഒന്ന് വുഡ്വർത്തിൻ്റെ ആണ്. അപ്പോൾ ആൾട്ടൻബർഗ് പറഞ്ഞത് ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് എന്താവശ്യമാണ്? പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൾട്ടൻബർഗ് ആണ്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും പരിസ്ഥിതിയിൽ പെടുന്നു. നമ്മൾ ജീവിതം ആരംഭിച്ച ശേഷം നമ്മുടെ മേലെ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും എന്തിലാണ് പെടുന്നത്? പരിസ്ഥിതിയിലാണ് പെടുന്നത്. ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത് ആണ്. വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെയാണ്? പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെയും സംയുക്ത ഫലമാണ്. അപ്പോൾ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു പാരമ്പര്യം ഇൻറ്റു പരിസ്ഥിതി അല്ലെങ്കിൽ ഹെറിഡിറ്റി ഇൻറ്റു എൻവിയോൺമെൻറ്റ്. അത് പഠിച്ചേക്കണേ. പാരമ്പര്യ ഘടകങ്ങളെന്ന് പറയുന്നത് ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം ഇതൊക്കെയാണ്. പാരമ്പര്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം. എന്നാൽ പരിസ്ഥിതി ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് വായു, പ്രകാശം, പോഷകാഹാരം, രോഗങ്ങൾ, പരിക്കുകൾ, കുടുംബ നിലവാരം, കുട്ടിയുടെ ജനനക്രമം ഇതൊക്കെയാണ്. ഇനി ശിശുവിൻ്റെ സമഗ്ര വികസനത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണെന്ന് പറയും? പാരമ്പര്യവും പര്യാവരണവും അല്ലെങ്കിൽ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന് പറയാം. ഓപ്ഷൻ എ. ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഇവയിൽ ഏതാണ്? അപ്പോൾ ശിശു വികാസം അല്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്? നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ പര്യാവരണമാണ്. ഓപ്ഷൻ ബി. ഇതിൽ ബബി നല്ല ഫ്രണ്ട്സാണ്. അവർ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അബി എന്താണ്, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കൊച്ചു പെട്ടെന്ന് തന്നെ പഠിക്കും. അവൾക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട, എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കും. പക്ഷേ ബബി അങ്ങനല്ല. ബബിക്ക് ഒരുപാട് സമയം വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഡീഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണയോ ഹെൽപ്പോട് കൂടിയാണ് അവൾ പഠിക്കുന്നത്. വിച്ച് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഹിയർ? അബിയും ബബിയൊക്കെ ഒരു ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏജ് സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതിയോ എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അതെന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലേ. ചില കുട്ടികൾ പെട്ടെന്ന് പഠിക്കും, ചില കുട്ടികൾ സമയമെടുക്കും. വികാസം വ്യക്തി വ്യത്യാസം പാലിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഫോളോസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ എലിമെൻ്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ സമീപനം ഏതാണ്? ദ അപ്രോച്ച് ഇവാലുവേഷൻ ഫോളോഡ് കേരള അറ്റ് ദ എലിമെൻ്ററി ലെവൽ ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ്. ഏതാണ്? നമുക്കറിയാം. ഓപ്ഷൻ ഡി ആണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അയാൻ എന്ന കുട്ടി ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. മുതിർന്നവരെയും രക്ഷിതാക്കളെ ബഹുമാനിക്കണം എന്ന മൂല്യബോധമൊന്നും കുട്ടിയുടെ മനസ്സിലില്ല. അപ്പോൾ കോൾബർഗിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടിക്കെന്ന് പറയുന്നത് നമ്മൾ മുതിർന്നവരാണ്, നമ്മളെ ബഹുമാനിക്കണം എന്നുള്ള മൂല്യബോധമൊന്നും ആ ഒരു പ്രായത്തിൽ കുട്ടിക്കില്ല അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ പിച്ചോന്നോ നുള്ളോന്നോ ഒക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ പറയുന്ന ഓരോ കാര്യം അവൻ കേൾക്കുന്നത്. അപ്പോൾ അതേത് ഘട്ടത്തിലാണുള്ളതെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രീ കൺവെൻഷണൽ ലെവലാണ്. ഓപ്ഷൻ എ. മലയാളത്തിൽ പൂർവ്വ യാഥാസ്ഥിതിക ഘട്ടമെന്ന് പറയും. ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്ന് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്? അതായത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലേ, മെമ്പേഴ്സ് തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിനുള്ള ടെക്നിക്ക് എന്താണ്? സോഷ്യോമെട്രി ആണ്. ഓപ്ഷൻ സി. മലയാളത്തിൽ സാമൂഹ്യ വിധി എന്നാണ് പറയുന്നത്, പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൽ തന്നെ തന്നിരിക്കുന്നത് സോഷ്യോമെട്രി. ടീച്ചർ കുട്ടികളോട് പറയും, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എഴുതരാം. നിങ്ങൾക്ക് അവരോട് ഇരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എഴുതാൻ കുട്ടികളോട് പറയുന്നു. കുട്ടികളെല്ലാം എഴുതി കൊടുക്കും. അതിനനുസരിച്ചാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? സോഷ്യോമെട്രി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാറും ക്ലിക്കും ഐസൊലേറ്റ്സും മ്യൂച്വൽസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുത്തത് ആരെയാണോ അവരെയാണ് നമ്മൾ ക്ലാസ്സിലെ സ്റ്റാർ എന്ന് പറയുന്നത്.
ഇനി ക്ലിക്കുകളെന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു 3-4 പേര് കൂടി ചേർന്ന് ഒരു ഗ്യാങ് ആയിട്ട്, ഇപ്പോൾ ABCDന്ന് 4 പേരെ എടുത്താൽ ABയെ ചൂസ് ചെയ്യും, BCയെ ചൂസ് ചെയ്യും, CDയെ ചൂസ് ചെയ്യും, DAയെ ചൂസ് ചെയ്യും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചൂസ് ചെയ്യുന്നത്. അതൊരു ഗ്യാങ് ആയിട്ടായിരിക്കും, ഒരു 3-4 പേര് കൂടിയൊരു ഗ്യാങ് ആയിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലിക്കുകളെന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പാവങ്ങൾ അല്ലേ, ആരും സെലക്ട് ചെയ്യാത്ത ആൾക്കാർ, ആരും അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ഐസൊലേറ്റ്സ്. ഇനി മ്യൂച്വൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ യൂണിറ്റ്സ് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ചൂസൺ റെസിപ്രോക്കലി, അതായത് 2 പേര് ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ABയെ ചൂസ് ചെയ്യുന്നു, BAയെ ചൂസ് ചെയ്യുന്നു, അങ്ങനെ. ശേഖർ അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതക്കാരനാണ്. ടീച്ചർ പറയുന്ന കാര്യമൊന്നും കേൾക്കത്തില്ല. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റു കുട്ടിയുടെ മേലെ പേപ്പർ വിമാനമൊക്കെ പറത്തും. അങ്ങനെയൊക്കെയുള്ള സാധാരണ നമ്മളെന്താണ്, അവൻ ഭയങ്കര കുരുത്തക്കേടാണ്, കുരുത്തക്കേട്ട കുട്ടിയാണ്, ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അങ്ങനെ പറയല്ലേ. അപ്പോൾ സൈക്കോളജി പരമായിട്ട് പറയുകയാണെങ്കിൽ അവൻ എന്താണ്, അവരൊരു ഹൈപ്പർ ആക്ടിവിറ്റി ആണ് അല്ലേ. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ഓപ്ഷൻ ഡി. അപ്പം നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഓട്ടിസം ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടിസത്തെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം. മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി ഒറ്റപ്പെട്ട കളി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് എന്തിൻ്റെ ലക്ഷണമായേക്കാം? അതായത് കുട്ടി കൂട്ടത്തിലൊന്നും കൂടുന്നില്ല, അവൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? കേൾവി തകരാറോ കാഴ്ച തകരാറോ സംസാര വൈകല്യമോ ഒന്നുമല്ല, അത് ഓട്ടിസത്തിൻ്റെ ലക്ഷണമാണ്. ഓപ്ഷൻ ഡി. ബുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി ചാൾസ് പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പം ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്ന ആരുടെയാണ്? സ്പിയർമാൻ്റെയാണ്. 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? G ഫാക്ടറും S ഫാക്ടറും, ജനറലും സ്പെസിഫിക്കും. 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ദ്വിഘടക സിദ്ധാന്തം, അതിന് പറയുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട് ഇംഗ്ലീഷിൽ, എക്ലറ്റിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ചാൾസ് സ്പിയർമാൻ. 2 ഫാക്ടേഴ്സാണ് ബുദ്ധിയിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊക്കെയാണ്? G ഫാക്ടറും S ഫാക്ടറും, ജനറലും സ്പെസിഫിക്കും. ജനറൽ എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, അതൊരിക്കലും മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും ബേസിക്കായിട്ട് നമുക്കൊരു അറിവില്ലേ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ എബിലിറ്റി ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെയോ ട്രെയിനിങ്ങിലൂടെയോ ഒന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത് നമുക്കെന്താണ്? ജന്മസിദ്ധമാണ്. അടുത്തത് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതായത് ഇപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരാൾ നന്നായിട്ട് പഠിക്കണമെന്നില്ല അല്ലേ, നന്നായിട്ട് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരാൾ നന്നായിട്ട് പാടാൻ അറിയണമെന്നില്ല. അങ്ങനെ ഓരോരുത്തർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും എന്തല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, നമ്മുടെ എൻവിയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷനിലൂടെയും പ്രാക്ടീസിലൂടെയും ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്കത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്, എഴുതി വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ എലമെൻറ്റ് ഫ്ലുവൻസി അല്ലെങ്കിൽ ഒഴുക്കാണ്. രണ്ടാമത്തേത് വഴക്കം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി. മൂന്നാമത്തേത് ഒറിജിനാലിറ്റി മൗലികത. അവസാനത്തെ ഇലാബറേഷൻ അല്ലെങ്കിൽ വാചാലത. ഇത് മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സജ്ജീകരണം പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ പ്രകാശ പ്രസരണം, ഏറ്റവും ലാസ്റ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പുനഃപരിശോധന. ഇത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡറിലാക്കാനും ചോദിക്കുക, അതുകൊണ്ട് ഓർഡറിൽ തന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണേ. ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രതിഭാധരരായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട്സ് തെറ്റുകൂടാതെ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്താതെ എഴുതുന്നു എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഗിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതായിരിക്കണം അല്ലേ. പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിൻ്റെ നാടകീകരണം നടത്തി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ അതെന്താണ്? കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല, കുറച്ചുകൂടെ ഒരു ഹയർ ടാസ്ക് ആണ്. അപ്പോൾ അത് നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആധുനികവും ഉദ്ഗ്രഥിതവുമായ അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്കീമുകൾ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയും സമയബന്ധിതമായി കുട്ടികളിൽ വർദ്ധിത അളവിൽ രൂപപ്പെടുന്നു. ഇവ രണ്ടും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ്.
ഇത് പറഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ ഇതേപ്പറ്റി മെൻഷൻ ചെയ്തത് ആരാണ്? നമുക്കറിയാം, അസിമുലേഷൻ, അക്കമഡേഷൻ, സ്കീമ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ആൻസർ ആരാണ്? പിയാഷെയാണ്. ഓപ്ഷൻ ബി. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചുവെക്കാനായിട്ട് ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടാതെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ന്യായീകരണങ്ങളായിരിക്കും അല്ലേ. അത് കിട്ടാൻ തന്നെ കാര്യമായി, കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഭയങ്കര വർക്കാണ്, വർക്ക് ലോഡാണ്, എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ നമുക്കതൊരു സമാധാനമാണല്ലേ. ആ ഒരു കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സംഘർഷം ഇച്ചിരി കുറയും. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനാണ്. ഓപ്ഷൻ സി. ചില പേരൻസ് ഉണ്ടല്ലോ, കൊച്ചുങ്ങളെ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യിപ്പിക്കത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവരെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ അല്ലേ, അവർ പിന്നെ ഡ്രസ്സ് തന്നെ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് വരാനോ അല്ലെങ്കിൽ സ്വിച്ച് ഇടാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. പക്ഷേ ചില പേരൻസ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് അപകടം വരും അല്ലെങ്കിൽ അവർ അപായത്തിൽ പെടും എന്ന് പേടിച്ചിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യിപ്പിക്കത്തില്ല, മറിച്ച് ഇവർ തന്നെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ കൊച്ചിൽ വളർന്നു വരേണ്ട എന്തോ ഒരു കഴിവിനെയാണ് ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അതാണ് സെൽഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വയം സ്വാതന്ത്ര്യം. കുട്ടികളുടെ വികാരങ്ങൾ എങ്ങനെയാണ്? തീവ്രമാണ് അല്ലേ. അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്? ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ഇമോഷൻസ് ആർ ഇൻറ്റൻസ്. വികാരങ്ങൾ അല്പായുസുള്ളവയാണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആർ ടെമ്പററി എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവർക്കിപ്പോൾ പെട്ടെന്നൊരു സങ്കടം ഉണ്ടായി, നമ്മളൊരു മിഠായി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് അവർക്ക് സന്തോഷം വരുന്നു. അങ്ങനെ ഇതെന്ന് പറയുന്നത് എന്താണ്? അല്പായുസാണ്. ഇപ്പോൾ സങ്കടം വന്നെന്ന് പറഞ്ഞിട്ട് ആ ഫുൾ ഡേ അവർ സങ്കടപ്പെട്ട് നടക്കത്തില്ല, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ഫുൾ ഡേ അവർ സന്തോഷമായിട്ട് നടക്കത്തില്ല അല്ലേ. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നു. ടെമ്പററി ആണ് അവരുടെ വികാരങ്ങൾ. വികാര പ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ കുറച്ച് സമയം സങ്കടമാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പാവയോ എന്തെങ്കിലും ആ സാധനം കാണുന്ന സമയത്ത് ഇതിന് സന്തോഷം വരും. അങ്ങനെ എന്താണ്? ഇമോഷൻസ് ഓഫ് ഫ്രീക്വൻ്റ് ആണ്. വികാരങ്ങൾ സ്ഥിരമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വികാരങ്ങൾ ടെമ്പററി ആണ് അല്ലേ, അല്പായുസുള്ളവയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരിക്കലും അത് സ്റ്റേബിൾ അല്ല. വികാരങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ളൊരു ഓപ്ഷൻ തെറ്റാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. ആ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രമാണോ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്, അതോ ജനറൽ സ്കൂളിലെ സ്പെഷ്യൽ അധ്യാപകരെ ഉപയോഗിച്ചിട്ടാണോ, സ്പെഷ്യൽ സ്കൂളിലെ ജനറൽ സ്കൂളിലെ അധ്യാപകരെ ഉപയോഗിച്ചിട്ടാണോ, ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ചിട്ടാണോ? അപ്പോൾ പൊതുവിദ്യാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ ഈ കുട്ടികളെയും പഠിപ്പിക്കണം അല്ലേ. അതായത് മറ്റു കുട്ടികളോടൊപ്പം തന്നെ അവരുടെ ടീച്ചേഴ്സ്, ജനറൽ ടീച്ചേഴ്സും വേണം, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സും വേണം. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി. നേഹ ടീച്ചർ 5+3=8 എന്ന ആശയമായിട്ട് ബന്ധപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൊടുത്തു. ഒടുവിലൊരു കുട്ടി ചോദിച്ചു, മിയ എന്ന പേരുള്ള ഒരു കുട്ടി ചോദിച്ചു, 8 - 3 എന്ന് പറയുന്നത് 5 അല്ലേ ടീച്ചറേ എന്ന്. അപ്പോൾ എന്താണ്, പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണ് മിയ ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കോൺസെപ്റ്റ് 5+3=8 എന്നാണ്. അപ്പോൾ കുട്ടി ചോദിച്ചത് എന്താണ്, 8 - 3 = 5 അല്ലേ എന്ന്. അപ്പോൾ അവൾക്ക് എന്താണ്, തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേജിലാണ് വരുന്നത്? മൂന്നാമത്തെ സ്റ്റേജായ മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് റിവേഴ്സിബിലിറ്റി വരുന്നത് അല്ലേ. അരുണിൻ്റെ ബുദ്ധിമാനോ അല്ലെങ്കിൽ IQ എന്ന് പറയുന്നത് 120 അവൻ്റെ കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് 15 ആയാൽ മാനസിക വയസ്സ് എത്രയാണ്? അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, IQ = MA/CA × 100. അപ്പോൾ IQ അവിടെ തന്നിട്ടുണ്ട് 120, അതുപോലെ തന്നെ MA ആണ് കണ്ടുപിടിക്കേണ്ടത്, മെൻ്റൽ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. CA തന്നിട്ടുണ്ട് 15. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവസാനം എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ, ആൻസർ 18 എന്ന് കിട്ടും. ഇത് പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിലയിരുത്തൽ രീതി. അവിടെ സ്വയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും നോക്കണ്ട. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനമാണ് ആൻസർ.
അസസ്മെൻറ്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ 3 തരത്തിലുണ്ട്. പഠനത്തിനായുള്ള വിലയിരുത്തലുണ്ട്, വിലയിരുത്തൽ തന്നെ പഠനമുണ്ട്, പഠനത്തെ വിലയിരുത്തലുണ്ട്. എന്തൊക്കെയാണ് ഉള്ളത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ. പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഇതൊരു ഓൺഗോയിങ് അസസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠനം നടക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുക അല്ലെങ്കിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരും, ഫീഡ്ബാക്ക് കൊടുക്കും, വിലയിരുത്തും. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഫോർമേറ്റീവ് ആലോചിച്ചാൽ മതി കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തുകയും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് മാറ്റണോ, നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് അതെല്ലാം കുട്ടികളിൽ നിന്നൊരു വിലയിരുത്തൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ് ചെയ്യുന്നു. അതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇനി ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകണം. അതെങ്ങനെയുള്ളതായിരിക്കണം? പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതിപുഷ്ടി എന്ന് പറയും അല്ലേ മലയാളത്തിൽ. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കണം അല്ലേ. എന്തായാലും അത് കുറ്റവും കുറവും ഒന്നും ഇവിടെ കൊടുക്കരുത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് വീണ്ടും മികച്ചതായിട്ട് വരാൻ വേണ്ടിയിട്ട്, അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും മികച്ചതായിട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുറ്റവും കുറവും പറച്ചിലും ഇല്ല. അതുപോലെ തന്നെ ഗ്രേഡോ സ്കോറോ പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലിൽ ഇല്ല. ഇവിടെ ഗ്രേഡിനും സ്കോറിനും ഒന്നും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. പഠന പ്രക്രിയയിൽ ഉടനീളം സംഭവിക്കുന്നതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അധ്യാപികയുടെ വിലയിരുത്തലും കുട്ടികളുടെ പരസ്പര വിലയിരുത്തലുകളും പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പം അധ്യാപിക കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു, കുട്ടികൾ അധ്യാപികയ്ക്ക് ഫീഡ്ബാക്ക് നൽകുന്നു. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവർക്ക് തിരുത്തി പഠിക്കാനും പറ്റും. അധ്യാപികയുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അധ്യാപികയ്ക്കും സാധിക്കും. അപ്പോൾ പരസ്പരം ഫീഡ്ബാക്ക് കിട്ടുന്നു അല്ലേ. അപ്പോൾ അധ്യാപികയുടെ വിലയിരുത്തലും അവിടെ ഉണ്ടാവും, കുട്ടികളുടെ പരസ്പര വിലയിരുത്തലുകളും ഈ പറയുന്ന പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലിൽ വരുന്നതാണ്. അതായത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഫോർമേറ്റീവ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് വിലയിരുത്തൽ തന്നെ പഠനം. നമ്മൾ പഠനത്തെ തന്നെ വിലയിരുത്തുവാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ സ്വയം വിലയിരുത്തുവാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ, ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ട് ആൻസർ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ സ്വയം വിമർശനപരമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം. ഇവിടെയും സ്കോറിനോ ഗ്രേഡിനോ ഒന്നും ഒരു പ്രാധാന്യവും ഇല്ല. അപ്പോൾ ഈ സ്കോറിനും ഗ്രേഡിനും പ്രാധാന്യം ഇല്ലാത്തത് എവിടെയായിരുന്നു? നമ്മൾ പഠിച്ച പഠനത്തിനായുള്ള വിലയിരുത്തലിനും പ്രാധാന്യമില്ല. അതുപോലെ തന്നെ വിലയിരുത്തൽ തന്നെ പഠനം, ഇവിടെയും പ്രാധാന്യമില്ല. മൂന്നാമത്തത് പഠനത്തെ വിലയിരുത്തലാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ പഠന നിലവാരമാണ് ഇവിടെ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ പഠിച്ചു, എത്രത്തോളം നമ്മൾ പഠിച്ചു എന്ന കാര്യമാണ് ഇവിടെ വിലയിരുത്തുന്നത്. നിശ്ചിത കാലയളവിൽ ഒരു കുട്ടിക്കുണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവയെ വിലയിരുത്തുന്നു. നമ്മൾ ക്ലാസ്സിൽ ചെറിയ ടെസ്റ്റ് പേപ്പറുകൾ എഴുതുന്ന പോലെയല്ല നമ്മൾ ഇയർ എൻഡ് എക്സാം എഴുതുന്നത് അല്ലേ. രണ്ടും രണ്ടാണ്. അപ്പോൾ അത് ക്ലാസ്സിൽ ചെറിയ ടെസ്റ്റ് പേപ്പറുകളും കേട്ടെഴുത്തുകളും ഒക്കെ എഴുതുന്നത് എന്താണ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഫോർമേറ്റീവ് ആണ് അല്ലേ. പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. ടേം വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ മറ്റേതിൽ നമ്മൾ പറഞ്ഞു അവിടെ ഗ്രേഡിങ്ങിനോ മാർക്കിനോ ഒന്നും യാതൊരു പ്രാധാന്യമില്ല. പക്ഷേ പഠനത്തെ വിലയിരുത്തലിൽ ഗ്രേഡിങ് ഉറപ്പായിട്ടും നടത്തും. ഇവിടെ കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കിനെ അവരുടെ നിലവാരവുമായിട്ട് തീർച്ചയായിട്ടും താരതമ്യം ചെയ്യും, ഒരു കമ്പാരിസൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കിട്ടുന്ന മാർക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടുന്ന ഗ്രേഡും കാര്യങ്ങളും ഒക്കെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി പാരൻസിനെ എന്തായാലും കാണിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു യൂണിറ്റിൻ്റെയോ ടേമിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം നടത്തുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? വാട്ട് ദ സ്റ്റുഡൻറ്റ് ഹാസ് ലേൺ അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ.
അപ്പോൾ എല്ലാ പാഠഭാഗവും പഠിച്ചതിന് ശേഷം കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ഇതെന്ന് പറയുന്ന കുട്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൽ അക്വിസിഷന് വേണ്ടിയിട്ടോ അക്കാദമിക് അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് ടേം ആൻഡ് എക്സാമിനേഷൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. നോക്കിക്കോ, 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഫെമിന ടീച്ചർ കുട്ടികളോട് പറയാണ്, നിങ്ങൾ ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും ക്ലാസ് ലീഡർ പദവിയിലേക്ക് നിർദ്ദേശിക്കുക. ഓരോ ആഴ്ചയും ലീഡർ പദവിയിലുള്ളവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ചാൻസ് കൊടുത്തു. എല്ലാ ആഴ്ചയിലും ഇത് മാറും അല്ലേ, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? ഇങ്ങനെ വേണം ടീച്ചേഴ്സ് അല്ലേ, എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തു അല്ലേ, അവിടെ ആരെയും ഒഴിവാക്കിയില്ല. ആൺകുട്ടി മാത്രം മതി അല്ലെങ്കിൽ പെൺകുട്ടി മാത്രം മതി എന്നൊന്നും ടീച്ചർ പറഞ്ഞില്ല. എല്ലാവർക്കും അവസരം കൊടുത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ലിംഗ സമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയിൽ പെടുത്താം.